ഹലോ, എല്ലാവർക്കും അസ്സലാമലൈക്കും. ഇന്ന് എൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണ്. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഞാനും എൻ്റെ അനിയത്തിയും തലേന്ന് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഉമ്മാൻ്റെ കൂടെ ഇരിക്കുകയും ചെയ്യാം. പിന്നെ അനിയൻ്റെ മോനെയും അനിയത്തിയുടെ മോൻ്റെയും കൂടെ ഒരു ദിവസം ഇരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇതാണ് എൻ്റെ വീടും പരിസരമൊക്കെ ഇങ്ങനെയാണ്. ചുറ്റും മരങ്ങളും അതിൻ്റെ നടുവിലായിട്ടൊരു ഓടിട്ട വീടും അങ്ങനെയാണ് കേട്ടോ. ഇപ്പോഴൊന്നും ഇങ്ങനത്തെ വീടൊന്നും കാണാൻ പറ്റില്ല. എല്ലാവർക്കും വാർപ്പ് വീടുകളാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ ഉമ്മാക്ക് എന്നും ഈ വീടിനോടാണ് താല്പര്യം. പിന്നെ നമ്മുടെ തൊടിയിൽ ഒരു നാവൾമ്പഴത്തിൻ്റെ കൊമ്പ് പൊട്ടി വീണിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിലാണ് കുട്ടികളൊക്കെ ഉള്ളത്. ആങ്ങളയുടെ മോനും അനിയത്തിയുടെ മോനും ഒക്കെയാണ് അതിൻ്റെ ചോട്ടിലുള്ളത്. അവർ രണ്ടുപേരും നാവൾമ്പഴം പെറുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നിറയെ കായുള്ള കൊമ്പ് തന്നെയാണ് പൊട്ടി വീണിട്ടുള്ളത്. അത് കാരണം ഒരുപാട് നാവൾമ്പഴം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിറയെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ചൂടും കുറവുണ്ട് കേട്ടോ. പിന്നെ 2 ചോട്ടകളുണ്ട്. ഈ 2 ചോട്ടകളും ഈ ചപ്പിൻ്റെ ഇടയിൽ കൂടെ ചെരുപ്പും കൂടി ഇടാതെയാണ് നടന്നു വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടുന്ന ആൾക്കാരാണ് രണ്ടാളും. അതിൻ്റെ ഇടയിൽ കൂടെ പോയപ്പോൾ ഒരു പഴുത്ത നല്ലൊരു നാവൾമ്പഴം എനിക്ക് കിട്ടി. ഇവർ രണ്ടാളും എങ്ങനെ വിളിച്ചിട്ടും അവിടെ നിന്ന് വരുന്നില്ല. പിന്നെ അവരെങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിനകത്തേക്ക് കയറ്റാമെന്ന് പറഞ്ഞിട്ടാണ്. എടുക്കണ വീട്ടിൽ കോഴിക്കൂടും ഒക്കെ ഉണ്ട്. പക്ഷേ കോഴികളെ എപ്പോഴൊന്നും വിടാറില്ല. അവരെ വിട്ടാൽ അവരെ നോക്കാനായിട്ട് തന്നെ ഒരാൾ നിൽക്കണം. അല്ലെങ്കിൽ നായിൻ്റെ ഭയങ്കരമായി ശല്യമുണ്ട് ഇവിടെ. ഇതാണ് എൻ്റെ വീട്. അതിൻ്റെ അകമൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു റൂമുണ്ട്. പിന്നെ അങ്ങനെ കയറുന്നത് ഹാളിലേക്കാണ് കേട്ടോ. പിന്നെ ഈ ഹാളിൻ്റെ ഒരു മൂലയ്ക്കായിട്ട് നിറയെ ട്രോഫികളുണ്ട്. ഇതെല്ലാം എൻ്റെ ആങ്ങളയ്ക്ക് ക്രിക്കറ്റ് കളിയിൽ കിട്ടിയ ട്രോഫികളാണ്. അവനക്ക് ഫുട്ബോളിനേക്കാളും ഇഷ്ടം ക്രിക്കറ്റാണ്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു റൂമുണ്ട്. ആ റൂമിൽ മോളും അനിയത്തിയുടെ മോളും അവിടെ കിടന്നുറങ്ങുകയാണ്. അവർ എഴുന്നേറ്റിട്ടില്ല. ഇവിടെ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്ത് ഒരു റൂമുണ്ട്. പിന്നുള്ളത് ഒരു സ്റ്റോർ റൂമാണ്. പിന്നെ അടുക്കളയും കൂടി കാണിച്ചു തരാം. ഇതാണ് അടുക്കള. ഇവിടെ നാത്തും കുട്ടികൾക്കുള്ള കൂള് തയ്യാറാക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഒന്നരാടാണ് വെള്ളം വരാറുള്ളത്. അതുകൊണ്ടാണ് കുടത്തിലേക്ക് ഇങ്ങനെ വെള്ളം പിടിച്ചു വെച്ചിരിക്കുന്നത്. 2 കോഴിക്കുഞ്ഞുങ്ങളെ വേറെ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ കളർ കോഴിക്കുഞ്ഞുങ്ങളില്ലേ, അതാണ്. അപ്പോൾ അവർക്കുള്ള വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. ഇതാണ് നമുക്ക് ആ കൊമ്പൊടിഞ്ഞ് വീണതിൽ നിന്ന് കിട്ടിയ നാവൾപ്പഴം. കുറേ നാവൾപ്പഴം കിട്ടിയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം നോമ്പൊക്കെ തുറന്നിട്ട് നമുക്കിതൊക്കെ കഴിക്കാം. ഇനി നമുക്ക് നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തൊലിച്ചെടുക്കണം. നോമ്പ് തുറക്കി കൊണ്ടുവന്ന് ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് ബീഫാണ്. ഇനി കോഴി ഇറച്ചിയും കൂടി വാങ്ങിയിട്ടുണ്ട്. നമുക്ക് പോക്കറ്റ് ഷവർമ, കട്ട്ലേറ്റ്, ചിക്കൻ റോള് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത്രയും ഇറച്ചി വാങ്ങിയിട്ടുള്ളത്. ഇനി ഇതിനേക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. വെള്ളം കലക്കാനായിട്ട് സർവത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പോക്കറ്റ് ഷവർമയ്ക്കുള്ള ബ്രെഡ്, പിന്നെ ജ്യൂസ് അടിക്കാനുള്ള മുന്തിരി, തണ്ണിമത്തൻ, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ നോമ്പിൻ്റെ വിഭവങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.